അബദ്ധവശാൽ പാർക്കിന്റെ കൈകൊണ്ട് കാങ് മരണപ്പെടുന്നു. കാങ് ഇവിടെ മരണപ്പെടുന്നു. എന്നാലും അവളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിന്നാണ് അവളുടെ പ്രതികാരം തുടങ്ങുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അടുത്ത സീനിൽ കാങ്ങിനെ ഓഫീസിൽ കാണപ്പെടുന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്. തുറന്ന കണ്ണുകളാൽ ജീവിതത്തിൽ കൈപ്പേറിയ സത്യം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കാങ്. ആരുടെയോ വിളി കേട്ട് നോക്കുമ്പോൾ അത് പാർക്കാണ്. പാർക്കിനെ കണ്ടതും കാങ് അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും മുമ്പിൽ തന്നെ തല്ലിയതിന് പാർക്കും തിരിച്ച് തല്ലാനോങ്ങി. എന്നാൽ അതിനു മുന്നേ കാങ്ങിൻ്റെ ബോസ് യൂജി അവിടെ എത്തി കാങ്ങിനെ തടയുന്നു. പെട്ടെന്ന് താൻ ഓഫീസിലാണെന്നും എല്ലാവരും നോക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ കാങ്ങിന് തലകറക്കം വന്ന് വീഴാൻ നേരം യൂജി പിടിക്കുന്നു. കാങ് കണ്ണാടിയിൽ ചെന്ന് നോക്കി. അവളുടെ മുടിയെല്ലാം നോർമലാണ്. എങ്കിലും കൺഫ്യൂഷനിലാണ് അവൾ. അവൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നേരം വീഴുകയും അവളുടെ മേൽ ചൂടുവെള്ളം വീഴാൻ പോയി. അപ്പോഴും യൂജി വന്ന് തടഞ്ഞ് രക്ഷിക്കുന്നു. അന്നേരം അവിടേക്ക് ജങ് വന്ന് കാര്യം